ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പതിവ് പോലെ പുതിയൊരു പാഠവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട പാഠം ബസന്ത് മേരെ ഗാവുക എന്ന ഒരു ലേഖനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് മുകേഷ് നൗട്ടിയാൽ എന്ന സാഹിത്യകാരനാണ്. ഇപ്പൊ ലേഖകനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചത് 1970 ജൂലൈ 4-ാം തീയതി ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിനടുത്തുള്ള പുനയി എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹം വിവിധ മേഖലകളിൽ പ്രശസ്തി കൈവരിച്ച ഒരു വ്യക്തിത്വമാണ്. സാഹിത്യകാരൻ, കോളമിനിസ്റ്റ്, പത്രപ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ്, അതുപോലെ പെയിന്റിങ്ങിലും തൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഉത്തരാഖണ്ഡ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പൊ അദ്ദേഹം തൻ്റെ ജന്മസ്ഥലമായ ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പർവ്വതനിരകളെ കുറിച്ചും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും അവിടുത്തെ ആഘോഷങ്ങളെ കുറിച്ചും അവിടുത്തെ കലാ സാംസ്കാരിക കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ബസന്ത് മേരെ ഗാവുക എന്നുള്ള പാഠം. ബസന്ത് മേരെ ഗാവുക എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ ഗ്രാമത്തിലെ വസന്തകാലം എന്നാണ്. അപ്പൊ ഈ മുകേഷ് നൗട്ടിയാൽ നമ്മൾ മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതനായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് കാലടി ടു കേദാർ എന്നുള്ള ഒരു പുസ്തകമാണ്. ഇത് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് ശ്രീ മുകേഷ് നൗട്ടിയാൽ എഴുതിയ ഗ്രന്ഥമാണ്. കേരളത്തിലെ കാലടി എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഇന്ത്യയിലുടനീളം, ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും എല്ലാം സഞ്ചരിച്ച് ഹിമാലയത്തിലെ കേദാർനാഥിലുള്ള ഒരു ഗുഹയിലാണ് ആദിശങ്കരൻ നിർവ്വാണം പ്രാപിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ യാത്രയെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനമാണ് കാലടി ടു കേദാർ എന്നുള്ള മുകേഷ് നൗട്ടിയാലിന്റെ ഗ്രന്ഥം. അപ്പൊ ഈ പുസ്തകം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീ മുകേഷ് നൗട്ടിയാൽ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ തെക്കേ ഇന്ത്യ മുഴുവനും വളരെ നാള് സഞ്ചരിച്ച് വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ബുക്ക് തന്നെ അതാണ് കാലടി ടു കേദാർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് വളരെയേറെ സുപരിചിതനായ, അല്ലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ മുകേഷ് നൗട്ടിയാൽ. അപ്പൊ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ള പാഠം ഹിമാലയത്തിലെ ജീവിത രീതികളെ കുറിച്ചും അവിടുത്തെ കുട്ടികളെ കുറിച്ചും കുട്ടികളുടെ ആഘോഷങ്ങളെ കുറിച്ചും ഒക്കെ, ജീവിത രീതിയെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ വിശദമായ ഒരു ലേഖനമാണ്. അപ്പോൾ നമുക്ക് ആ പാഠത്തിലേക്ക് പോകാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, പേജ് നമ്പർ 68. ഓക്കെ, പേജ് നമ്പർ 68 നോക്കിക്കോളൂ. बसंत मेरे गांव का, मुकेश नौटियाल। मकर संक्रांति के बाद सूरज पंचाचुली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. അപ്പൊ മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാചുലി പർവ്വത ശിഖരങ്ങളിൽ നിന്നും അല്ലെ കൊടുമുടികളിൽ നിന്നും ചൗകമ്പ പർവ്വതനിരകളിലേക്ക് കിസക്കിന നിരങ്ങി നീങ്ങുക, തെന്നി നീങ്ങുക എന്നൊക്കെയാണ്. കിസക്കിന ശുരുക്കരത്തെ. അപ്പം മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാചുലി കൊടുമുടികളിൽ നിന്നും ചൗകമ്പ പർവ്വതനിരകളിലേക്ക് നിരങ്ങി നീങ്ങാൻ തുടങ്ങും. അപ്പൊ മകരസംക്രാന്തി എന്ന് പറഞ്ഞാൽ മകര സംക്രമണം. മകരസംക്രാന്തി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മകരസംക്രാന്തി. മകരസംക്രാന്തി സൂര്യദേവനെ ആദരിക്കുന്ന ഒരു ആഘോഷമാണ്. ഇപ്പൊ സർവ്വ ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമായ സൂര്യദേവനെ ആദരിക്കുന്നത് നല്ലതല്ലേ? സൂര്യനെ ആദരിക്കുന്ന ഒരു ദിവസമാണ്, ആഘോഷമാണ് മകരസംക്രാന്തി. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക്
നീങ്ങുന്ന ആ സമയമാണ് മകരസംക്രമണം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തു നിന്നും ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന ആ സമയം, അത് സാധാരണ ഡിസംബർ 24 മുതൽ ജനുവരി 14-15 വരെയാണ് ആ സംക്രമണ സമയം. അപ്പൊ ആ സമയത്ത് ജനുവരി 14-15 മകരസംക്രാന്തി ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ മകരസംക്രാന്തിയെ കുറിച്ച് ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. नेक्स्ट सेंटेंस, दादी कहती थी कि जेठ तक सूरज हर सुबह बालिश भर ചളങ്കം മാർത്ത. ദാദി മുത്തശ്ശി പറയുമായിരുന്നു, ജേട്ട് തക്, ജേട്ട് എന്ന് പറഞ്ഞ ഒരു മാസമാണ്. ജേട്ട് എന്ന് പറയും, ജ്യേഷ്ഠ എന്ന് പറയും. ജേട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ കലണ്ടറായ ശക എറ അല്ലെങ്കിൽ ശകവർഷ പ്രകാരമുള്ള ഒരു മാസമാണ് ജേട്ട്. അപ്പൊ ജേട്ട് മാസം വരെ സൂര്യൻ ഓരോ ദിവസവും രാവിലെ ബലിസ് എന്ന് പറഞ്ഞാൽ ഒരു ചാൺ ബലിസ് ഭർ, ഒരു ചാൺ വീതം സൂര്യൻ ചാടി പോയിക്കൊണ്ടിരിക്കും എന്ന് മുത്തശ്ശി പറയുമായിരുന്നു. ഛലങ് മാർന്ന ചാടുക എന്ന്. അപ്പൊ ഈ ജേഠ് മാസത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സക്കായറ അല്ലെങ്കിൽ ശകവർഷം, അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കലണ്ടറാണ് സകായറ അല്ലെങ്കിൽ ശകവർഷ പ്രകാരമുള്ള ഒരു മാസമാണ് ജേഠ് അല്ലെങ്കിൽ ജ്യേഷ്ഠ. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുള്ള മാസങ്ങൾ, അത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് ക്രിസ്തുവർഷം, ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുള്ള കലണ്ടറാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ. അതുപോലെ നമുക്ക് മലയാളികൾക്കുണ്ട് കൊല്ലവർഷം. നമ്മൾ പറയുന്ന ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നുള്ളത് മാസങ്ങളെല്ലാം 12 മാസമാണ്, അത് കൊല്ലവർഷമാണ്. അതുപോലെ തന്നെയുണ്ട് ഇസ്ലാമിക് കലണ്ടർ, ഹിജറ വർഷം. അത് ഇസ്ലാമിക് രീതി അനുസരിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന കലണ്ടറാണ് ഇസ്ലാമിക് കലണ്ടർ, ഹിജറ വർഷം. ഹിജറ എന്ന് പറയാൻ കാരണം മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ സംഭവത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയിരിക്കുന്ന കലണ്ടറാണ് ഹിജറ വർഷം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സംശയം നമുക്കുണ്ടാവും, 2020 സാക്കായറ പ്രകാരം ഏത് വർഷമാണ്? 2020 ശകവർഷ പ്രകാരം 1942. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലവർഷം 2020 കൊല്ലവർഷ പ്രകാരം 1196. അതുപോലെ തന്നെ ഇസ്ലാമിക് കലണ്ടറായ ഹിജറ വർഷപ്രകാരം 2020 1442. അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങളും, ചൈനക്കാർക്ക് ചൈനീസ് കലണ്ടർ ഉണ്ട്, തായ്ലൻഡുകൾക്ക് തായ് കലണ്ടർ ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും പല ജനവിഭാഗങ്ങൾക്കും വിവിധ കലണ്ടറുകളുടെ കാലഗണന രീതി ഉണ്ടെങ്കിലും പൊതുവെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് ഈ ആദ്യം പറഞ്ഞ ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഭൂമിയുടെ ചലനത്തെ ആസ്പദമാക്കി നിർണയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഹിജറ വർഷവും നമ്മുടെ ശകവർഷവും ചന്ദ്രന്റെ ചലനങ്ങളെ ആസ്പദമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഒരു കോമൺ ഫാക്ടർ ഉള്ളത്. എന്നിരുന്നാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മാത്രം മതി, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. पंचाचूली से चौगंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. ഇപ്പൊ പഞ്ചാചുലി പർവ്വതത്തിൽ നിന്നും ചൗഗംബ പർവ്വതം വരെ എത്താൻ സൂര്യന് 4 മാസം മുഴുവനുമായിട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 4 മാസം സമയം എടുക്കും. ഓക്കെ, എത്ര മനസ്സിലായില്ലേ? ഓക്കെ, नेक्स्ट पैराग्राफ, पंचाचूली की 5 बर्फानी चोटियों और चौगंबा के 4 शिखरों के इन बीच में जो पहाड़ नजर आ रहा है वह नंदा पर्वत है. പഞ്ചാചുലിയിലെ 5 ബർഫാനി ചോട്ടിയോ, ബർഫാനി പറഞ്ഞാൽ മഞ്ഞു മൂടിയ കൊടുമുടികൾ. ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, ബർഫാനി ചോട്ടി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിയ കൊടുമുടികൾ. അപ്പൊ പഞ്ചാചുലിയിലെ 5 മഞ്ഞു മൂടിയ കൊടുമുടികൾക്കും ചൗക്കമ്പയിലെ 4 ശിഖരോങ്കെ എൻബിച്ച്, ചൗക്കമ്പയിലെ 4 കൊടുമുടികളുടെ കൃത്യം നടുക്കായിട്ട് കാണപ്പെടുന്ന പർവ്വതമാണ് നന്ദാ പർവ്വത്. അപ്പൊ ശിഖർ എന്ന് പറഞ്ഞാൽ കൊടുമുടിയാണ്, എയിൻ ബീച്ച് ഒത്ത നടുക്ക് അല്ലെ കൃത്യം നടുക്കായിട്ട് നസറാന കാണപ്പെടുക. മനസ്സിലായില്ലേ?
പഞ്ചാജുലിയിലെ 5 മഞ്ഞുമൂടിയ കൊടിമുടികൾക്കും ചൗകമ്പയിലെ 4 കൊടുമുടികൾക്കും ഒത്ത നടുക്കായിട്ട് കാണപ്പെടുന്ന ആ പർവ്വതമാണ് നന്ദാ പർവ്വത്. സൂരജ് पंजाजुली से खिसककर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में फ्योमली के पीले फूल खिलने लगते हैं. അപ്പൊ സൂര്യൻ പഞ്ചാചുലിയിൽ നിന്നും നിരങ്ങി നന്ദാ പർവ്വതം വരെ എത്തുമ്പോഴേക്കും പർവ്വത പ്രദേശത്തെല്ലായിടത്തും ഫ്യോമിലി എന്ന് പേരുള്ള മഞ്ഞ പൂക്കൾ വിടരാൻ തുടങ്ങും. സംശയം വല്ലതും ഉണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അവർ പഹുജന എത്തിച്ചേരുകയാണ് കേട്ടോ. പർവ്വതം. അപ്പൊ സൂര്യൻ പതുക്കെ പഞ്ചാചുലിയിൽ നിന്നും നിരങ്ങി നന്ദാ പർവ്വതം വരെ എത്തപ്പോ കുറച്ച് സമയം ആവൂല. ആ സമയം ആകുമ്പോഴത്തേക്കും പർവ്വത പ്രദേശത്തൊക്കെ ഫ്യോമിലി എന്ന് പേരുള്ള മഞ്ഞ പൂക്കൾ എല്ലായിടത്തും വിടരാൻ തുടങ്ങും. നെക്സ്റ്റ് സെന്റൻസ്. पहाड़ी ढलानों पर खूबसूरती से कटे सीढ़ीनुमा खेतों में गेहूं की हरियाली के बीच सरसों की पिलाई पसर जाती है. പഹാടി ഡലാൻ എന്ന് പറഞ്ഞ പാറക്കെട്ടുകൾ. ആ പർവ്വതത്തിലെ പാറക്കെട്ടുകളിൽ ഖൂബ്സൂരത്തി സെ കട്ടെ, ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെത്തി ഒരുക്കിയിരിക്കുന്ന സീഡിനുമ ഖേത്ത്. സീഡിനുമ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ്, നമ്മുടെ തട്ടുതട്ടായിട്ടുള്ള സ്റ്റെപ്സ് പോലെയുള്ള വയലുകൾ, ഖേത്ത് വയൽ. അപ്പൊ പർവ്വത പ്രദേശത്ത് ഉള്ള പാറക്കെട്ടുകളിൽ മനോഹരമായിട്ട് ചെത്തിയൊരുക്കിയിരിക്കുന്ന വയലുകളിൽ ഗേഹു കി ഹരിയാലി കെ ബീച്ച്, ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, ഗോതമ്പിന്റെ അല്ലെ ഗോതമ്പ് ചെടികളുടെ പച്ചപ്പിന്റെ ഇടയ്ക്ക് സരസോ കി പിലായി പസർ ജാത്തി, സരസോ എന്ന് പറഞ്ഞാൽ കടുക്. അപ്പൊ ഗോതമ്പ് ചെടികളുടെ പച്ചപ്പിനിടയ്ക്ക് ഈ കടുക് ചെടികളുടെ മഞ്ഞപ്പൂവ് കാണാൻ സാധിക്കും. പസറിനെ വ്യാപിക്കുക, കടുകിന്റെ മഞ്ഞപ്പ് വ്യാപിച്ചിരിക്കും. ബസന്ത് ബൈറാൻ ലഗ്ത ഹൈ, അപ്പോൾ വസന്തകാലം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഗോതമ്പ് ചെടികളിൽ നിറഞ്ഞിരിക്കുന്ന പച്ച നിറാണല്ലോ, അതിൻ്റെ ഇടയ്ക്ക് അവിടെയായിട്ട് ഈ കടുകിന്റെ തോട്ടങ്ങളിലെ കടുക് പാടങ്ങളിലെ കടുക് ചെടിയിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പൂക്കൾ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വസന്തകാലം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ്. ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹൈ. ഫൂൽദേയി എന്ന് പറയുന്ന ഉത്സവം വസന്തകാലത്താണ് ആഘോഷിക്കുന്നത്. ഫൂൽദേയി, ഇനി അതിനെക്കുറിച്ച് പറയുകയാണ്. ദേർ ശാം തക്ക് ബच्चे ഫൂൽ ചുൻതെ ഹൈ. അപ്പൊ ഫൂൽദേയി എന്നുള്ള ആഘോഷം എങ്ങനെയാണ് അവര് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. ദേർ ശാം എന്ന് പറഞ്ഞാൽ വളരെ വൈകുവോളം കുട്ടികൾ പൂക്കൾ പറിക്കും. ഫൂൽ ചുന്ന പൂക്കൾ പറിക്കാൻ പോകും. ഇൻ ഫൂലോങ്കോ റിംഗാൾ സേ ബെനി ഖാസ് തരഹ കി ടോക്കരിയോ മേ രഖാ ജാത്ത ഹൈ. ഇങ്ങനെ കുട്ടികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന പൂക്കൾ മുള കൊണ്ട് ഉണ്ടാക്കിയ പ്രത്യേകതരം കൊട്ടയ്ക്കകത്ത് വെക്കും. ടോക്കരി എന്ന് പറഞ്ഞ കൊട്ടയാണ്. പ്രത്യേകതരം മുള കൊണ്ടുണ്ടാക്കിയ കൊട്ടയ്ക്കകത്ത് വെക്കും. ഖാസ് തരഹി എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള കൊട്ടയ്ക്കകത്ത് വെക്കും. टोकरियों को रात भर पानी से भरी गगारों के ऊपर रखा जाता है. അപ്പൊ ഈ കൊട്ടകള് എന്ത് ചെയ്യും? രാത്രി മുഴുവനും വെള്ളം നിറച്ച മൺകുടങ്ങൾക്ക് മുകളിൽ വെക്കും. എന്തിനാണ്? താക്കി ഇവയെ സുബഹത്തക്ക് മുർജ നാപ്പായ്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരുന്ന പൂക്കൾ വാടിപ്പോവാതിരിക്കാനായിട്ട് മുളകൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രത്യേകതരം കൊട്ടകൾക്കകത്ത് വെച്ചിട്ട് ആ കൊട്ടകള് വെള്ളം നിറച്ച മൺകുടങ്ങൾക്ക് മുകളിൽ വയ്ക്കും. മുർജാന പായ എന്ന് പറഞ്ഞാൽ വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സുബഹ് പൗ ഫത്തേഹി ബച്ചോങ്കി ടോലിയാം ഗാവ് പർ ഗുംതി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ജാഥ, ടോളിയ എന്ന് പറഞ്ഞാൽ ജാഥയായിട്ട്, കുട്ടികൾ ജാഥയായിട്ട് ഗാവ് പർമേ ഗുംതി, ഗ്രാമം മുഴുവനും കറങ്ങും. ജാഥയായിട്ട് ഗ്രാമം മുഴുവനും കറങ്ങും. ടോളിയ എന്ന് പറഞ്ഞാൽ റാലി എന്ന ജാഥ എന്നൊക്കെയുള്ള അർത്ഥം. പിछली शाम चुने गए फूल घरों की देहरियों पर सजाए जाते हैं. അപ്പൊ തലേ ദിവസം ശേഖരിച്ച
ആ പൂക്കൾ കൊണ്ട് വീടിന്റെ മുറ്റമൊക്കെ അലങ്കരിക്കും. പിछले शाम चुने गए फूल घरों की देहरियों पर സജായ ജാത്തെ, വീടിന്റെ ഉമ്മറപ്പടി വാതുക്കൽ ഇവിടെ ഒക്കെ അലങ്കരിക്കും. ഇത് ഏകദേശം നമ്മുടെ ഓണാഘോഷവുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ട്. ഓണത്തിനും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് കുട്ടികൾ എല്ലാ വീടുകളിലും പോയി പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വരിക പതിവ്. ഇപ്പോ റെഡിമെയ്ഡ് പൂക്കൾ മേടിക്കുക ചെയ്യുന്നത്. പണ്ട് കാലത്ത് കുട്ടികൾ പൂക്കുടയൊക്കെ ആയിട്ട് പോയി പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വന്നാണ് വീടിന്റെ മുറ്റത്ത് പൂക്കളിട്ടിരുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ ഓണാഘോഷമായിട്ട് ഒരു സാമ്യമുണ്ട് ഇതിന്. പിന്നെ എന്ത് ചെയ്യും? ദേഹരി സജാന അലങ്കരിക്കുക. അപ്പൊ തലേദിവസം ശേഖരിച്ച പൂക്കളോട് വീടിന്റെ ഉമ്മറപ്പടിയൊക്കെ അലങ്കരിക്കും. ജിൻകെ ഘരോं में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं. ഇനി ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വീടുകളിൽ കുട്ടികൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? ചാവൽ, അരി, ഗൂഡ്, ശർക്കര, ദാൾ, പരിപ്പ് എന്നിവ അവർക്ക് കൊടുക്കും. അപ്പൊ ഇങ്ങനെ വീടുകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വീടുകളിൽ മാത്രമേ അവർ കയറുള്ളൂ. കാരണം അതിനർത്ഥം ആ ഫൂൽദേയി എന്നുള്ള ഉത്സവം ആഘോഷിക്കുന്നവരുടെ വീടുകളാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണത്. അങ്ങനെയുള്ള വീടുകളിൽ കുട്ടികൾ ചെല്ലുമ്പോഴത്തേക്ക് അവര് സംഭാവനയായിട്ട് ശർക്കരയും അരിയും അതുപോലെ വീട്ടിലെ പല സാധനങ്ങളും അവർക്ക് കൊടുക്കും, ആഹാര സാധനങ്ങൾ. दक्षिणा में मिली यह सामग्री पूरे 21 दिन तक इकट्ठा की जाती है. അപ്പൊ ദക്ഷിണയായിട്ട് കിട്ടുന്ന അല്ലെ സംഭാവനയായിട്ട് കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ കുട്ടികൾ 21 ദിവസം വരെ അങ്ങനെ ശേഖരിച്ചു വെക്കും. ഇക്കട്ടാക്കാരനെ ശേഖരിക്കുക. 21 दिन 21 ദിവസം അങ്ങനെ ശേഖരിക്കും. फूलदेई की विदाई के साथ वसंत का एक उत्सव समाप्त हो जाता है. फूलदेई ദേവിയെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേവിയെ യാത്ര അയക്കുന്നതോടുകൂടി വസന്തകാലത്തെ ഈ ഉത്സവം സമാപിക്കും. വിദായിദേന യാത്ര അയക്കുക. ദേവിയെ യാത്ര അയക്കുന്നതോടുകൂടി ഈ ഉത്സവം സമാപിക്കും. അന്തിം ദിൻ ഇക്കട്ടി കെ സാമഗ്രി സെ സാമൂഹിക ഭോജ് ബനായ ജാത്ത. അപ്പൊ ഈ ഉത്സവത്തിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ ദേവിയെ യാത്ര അയക്കുന്ന ആ ദിവസം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് അവരൊരു സദ്യ ഉണ്ടാക്കും. സാമൂഹിക ഭോജ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സദ്യ, ഭക്ഷണം. സാമൂഹിക ഭോജ് ബനായ ജാത്ത. വാക്കുകളുടെ അർത്ഥം എഴുതിക്കോളൂ കേട്ടോ. ഇക്കട്ടക്കറിന ശേഖരിക്കുക. അപ്പൊ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അവർ അവസാന ദിവസം ഒരു പൊതു സദ്യ ഉണ്ടാക്കും. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. അപ്പൊ ഈ ആഘോഷത്തില് വലിയ ആൾക്കാരുടെ പങ്ക് എന്താണ്? അവർ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ. സലാഹദേന ഉപദേശം കൊടുക്കുക, കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് വലിയ ആൾക്കാരുടെ ഉത്തരവാദിത്തം. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ ഹൈ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും അത് പാചകം ചെയ്യുന്നതും അത് വിളമ്പുന്നതും എല്ലാം കുട്ടികൾ തന്നെയാണ്. വലിയ ആൾക്കാർ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുക മാത്രമേ ഉള്ളൂ. उत्तराखंड के हिमालयी अंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിൽ ഫൂൽദേയി പോലെ ഫൂൽദേയേക്കാൾ വലിയ ഒരു കുട്ടികളുടെ ആഘോഷം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ഫൂൽദേയി എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളുടെ ആഘോഷമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചൽ എന്ന് പറഞ്ഞ പ്രദേശമാണ്. അപ്പൊ ഉത്തരാഖണ്ഡിലെ പർവ്വത പ്രദേശത്ത് ഈ ഫൂൽദേയി പോലെ കുട്ടികളുടെ വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലും പണ്ടുകാലത്തൊക്കെ കുട്ടികള് പിള്ളേരോണം എന്ന് പറഞ്ഞൊരു ആഘോഷം ഉണ്ടായിരുന്നു. അതിന്റെ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് കുട്ടികൾ തന്നെയാണ്. ഇപ്പൊ അതൊക്കെ ഒന്നുമില്ല, ആരും ഒന്നും ആഘോഷിക്കുന്നൊന്നുമില്ല. അപ്പൊ ആ പിള്ളേരോണമായിട്ട് ഏകദേശം സാമ്യമുണ്ട് നമ്മുടെ ഈ ഫൂൽദേയി എന്നുള്ള ആഘോഷത്തിന്. മനസ്സിലായില്ലേ? ഓക്കെ, नेक्स्ट पैराग्राफ. उधर बच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ഡോൾ ദമാവ് കി थाप पर ചൈത്തി ഗീത് ഗാത്തെ हैं. ഒരു വശത്ത് കുട്ടികൾ ഫൂൽദേയിയുടെ ആഘോഷം
ആഘോഷത്തിൽ ലയിച്ചു ചേരുമ്പോൾ മറുവശത്ത് വലിയവര് വലിയ വലിയ വാദ്യമേളങ്ങളോടുകൂടി ചൈത്യഗീത് പാടും. ജശ്ം എന്ന് പറഞ്ഞാൽ ആഘോഷം, ഉത്സവം. അതിൽ ലയിച്ചു ചേരുമ്പോൾ മറുവശത്ത് ബെഡെ എന്ന് പറഞ്ഞാൽ വലിയവര് വലിയ ചെണ്ടയും മദ്ദളങ്ങളും ഒക്കെ കൊട്ടി ചൈത്യഗീത് പാടും. ഇൻ ഗീതോമേ പാണ്ഡവോഗി ഹിമാലയ യാത്രക്ക് കിസ്സേ ഹോത്തെ. അപ്പൊ ഈ ചൈത്യഗീതില് എന്താണ് പാടുന്നത്? പാണ്ഡവരുടെ ഹിമാലയ യാത്രയുടെ കഥകളാണ് ഈ ചൈത്യഗീതായിട്ട് പാടുന്നത്. അതുകൂടാതെ और पहाड़ के वीरों की शौर्य गाथाएं भी शामिल होती है. അതുകൂടാതെ പർവ്വതത്തിലെ വീരന്മാരുടെ ധീരസാഹസ്യ കഥകളും ഈ ചൈത്യഗീതായിട്ട് പാടും. परंपरागत रूप से चैत्य गीत गाने वाले औजी जब गांव में तमकते हैं तो वहां भीड़ जम जाती. പരമ്പരാഗതമായിട്ട് ഈ ചൈത്യഗീത് പാടുന്ന ആൾക്കാർ അവരെ അറിയപ്പെടുന്ന ഔജികൾ. പരമ്പരാഗതമായിട്ട് ഈ ചൈത്യഗീത് പാടുന്ന ഔജികൾ ഗ്രാമത്തിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ആൾക്കാർ ഒത്തുചേരും. തമക്കിന എത്തിച്ചേരുക, വന്നു ചേരുമ്പോഴത്തേക്ക് വഹാം ഭീട് തിരക്ക്, അവിടെ ജനങ്ങള് തിക്കിത്തിരക്കും, അല്ലെങ്കിൽ ആൾക്കാർ ഒത്തുകൂടും. ബസന്ത് മേ സംഗീത കെ സുർ ഖുൽ ജാത്തെ. വസന്തകാലത്ത് ഈ സംഗീതത്തിന്റെ താളം ലയിച്ചു ചേരും. സുർ എന്ന് പറഞ്ഞ സ്വരം. വസന്തകാലത്ത് സംഗീതത്തിന്റെ ഈ സ്വരം അലിഞ്ഞു ചേരും എന്നാണ്. ഓക്കെ, नेक्स्ट पैराग्राफ. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालय शिखरों पर बुराम्स चढ़कने लगते हैं. വസന്തകാലത്തെ ഇളം വെയില് ഉച്ചയാകുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂട് പിടിക്കാൻ തുടങ്ങും. ദോപഹരി എന്ന് പറഞ്ഞാൽ ഉച്ച, തപാന ചൂടാകുക, നന്നായിട്ട് ചൂട് പിടിക്കുക. തബ് ഊഞ്ചെ ഹിമാലയ ശിഖരവും പർ ബുറാംസ് ചടക്കിന് ലഗ്തെ. അപ്പോൾ ഉയർന്ന ഹിമാലയ കൊടുമുടികളിൽ, പർവ്വതങ്ങളിൽ ബുറാംസ് എന്നു പേരുള്ള ഒരുതരം പൂവ് വിടരാൻ തുടങ്ങും. ബുറാംസ് കെ പൂൽ പഹാഡോം പർ ശാന്താർ ലാലിമ ബിച്ചാദേത്തെ. ബുറാംസ് എന്നുള്ള പൂ വിടരുമ്പോഴത്തേക്ക് പർവ്വതങ്ങളിൽ ഒരു തരത്തിലുള്ള ലാലിമ, ചുവപ്പ് രാശി വ്യാപിക്കും. എവിടെ നോക്കിയാലും ചുവന്ന നിറം കാണാം. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौकंबा पर्वत की ओर बढ़ने लगता है. അപ്പൊ മകരസംക്രാന്തി മുതൽ നല്ല എരിയുന്ന സൂര്യൻ ഇപ്പോ നന്ദ പർവ്വതത്തിൽ നിന്നും ചൗകമ്പ പർവ്വതത്തിലേക്ക് നീങ്ങാൻ തുടങ്ങും. ഗംഗാമേ പാനി കി ധാര തേസ് ഹോ ജാതി. അപ്പോൾ ഗംഗാ നദിയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്നുകൂടി ശക്തി പ്രാപിക്കുക. എന്താ കാരണം? ചൂടുകാലം ആകുമ്പോഴത്തേക്ക് ഐസുരുമ്പോഴത്തേക്ക് ഗംഗാ നദിയിൽ ധാരാളം വെള്ളം ഉണ്ടാവും. വെള്ളത്തിന്റെ ലെവൽ ഉയരും, അന്നേരം ഒഴുക്ക് ശക്തി പ്രാപിക്കും. അതാണ് പറയുന്നത്. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशु चारक वापस घरों को लौटने लगते हैं. അപ്പൊ ठंड का मौसम തണുപ്പ് കാലത്ത് ബർഫീലെ ഇലാക്കോംസെ മഞ്ഞുമൂടിയ പ്രദേശത്ത് നിന്നും നിചലെ ഇലാക്കോമേ ഉതരെ മഞ്ഞുമൂടിയ പ്രദേശത്ത് നിന്നും താഴ്ന്ന പ്രദേശത്തേക്ക് പോയ പശുചാരക എന്ന് പറഞ്ഞാൽ ഇടയന്മാര് വാപ്പസ് ഗറോങ്കോ ലൗട്ടിനെ ലഗ്തെ. മഞ്ഞ് മൂടിയപ്പോഴത്തേക്ക്, മഞ്ഞുകാലം ആയപ്പോഴത്തേക്ക് താഴ്ന്ന പ്രദേശത്തേക്ക് പോയ ഇടയന്മാര് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങും. അവരെന്തിനാ താഴ്ന്ന പ്രദേശത്തേക്ക് പോയത്? മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മൃഗങ്ങൾക്ക് തിന്നാനായിട്ട് പുല്ലും തീറ്റകളൊന്നുമില്ല. അപ്പൊ അവര് ഹിമാലയത്തിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് പോകും, അല്ലെങ്കിൽ മഞ്ഞ് അധികം മൂടാത്ത പച്ചപ്പുള്ള പ്രദേശം തേടി പോകും. പശുചാരുന്ന ഇടയന്മാര്. എന്നിട്ട് മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് അവർ തങ്ങളുടെ വീടുകളിലേക്ക് പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങും. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी
ഉത്സവ കാ മാഹോൾ രച് ദേത്തി ഹെ. അപ്പൊ ഇവരിങ്ങനെ മാസങ്ങളോളം പുൽമേടുകൾ തേടി അലയും. ചരാഗാഹ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ, പിന്നെ ഖനേ ജംഗല് ഇടതെങ്ങിയ വനമേഖല, അഞ്ചാൻ ബസ്തി എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ഭൂപ്രദേശങ്ങൾ, അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം പടക്കിന് അലഞ്ഞു തിരിയുക. അലഞ്ഞു തിരിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുപോവുകയാണ് അവരെ മേയ്ക്കാനായിട്ട്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഘർ ലൗട്ടിനേക്ക്, അവർക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ സന്തോഷം, ഒരു തരത്തിലുള്ള ഉത്സവ മാഹോൽ രചിത്, ഒരുതരം ആഘോഷത്തിന്റെ അന്തരീക്ഷം അല്ലെ ഉത്സവത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. വേ ഗീത് ഗാത്തെ, അവര് ആ ആഘോഷത്തിന്റെ ആ സന്തോഷത്തിൽ അവര് പാട്ടുപാടും. നാച്തെ, നൃത്തം ചെയ്യും. അപ്പോ ഇത്രയും മാസങ്ങളോളം പല സ്ഥലങ്ങളും എല്ലാം അലഞ്ഞ ശേഷം വേനൽക്കാലം ആയപ്പോഴത്തേക്ക് അവർ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം, ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് അവര് പാട്ടുപാടും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. പശുചാരകോं के साथ उनकी भेड़ बकरियां घोड़े कच्चर और कुत्ते भी होते. അപ്പൊ അവര് മടങ്ങി പോകുമ്പോഴത്തേക്ക് അവരുടെ കൂട്ടത്തിൽ അവരുടെ കന്നുകാലികളും കുതിരയും കഴുതയും അതുപോലെ തന്നെ പട്ടികളും ഒക്കെ ഉണ്ട്. രാസ്തേ മേ ആനെ വാലെ ഗാവോं से उनका लेन देन भी होता रहता है. അപ്പൊ അവരിങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ ഉള്ള ഗ്രാമങ്ങളിലെ ആൾക്കാരുമായിട്ട് അവർക്ക് കൊടുക്ക വാങ്ങലുകളും ഉണ്ട്. ആനവേലെ ഗാവ് ഉൻക ലേൻ ദേൻ എന്ന് പറഞ്ഞാൽ കൊടുക്ക വാങ്ങലുകൾ ഹോത്താലത്ത്, അത് എല്ലാ വർഷവും ഉള്ളൊരു കാര്യമാണ്. അവർ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ട് കൊടുക്ക വാങ്ങലുകൾ. ഇനി എന്താണ് അവർ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്? വേ ജാൻവരോं के साथ साथ कीड़ा जड़ी करण और चरु जैसी दुर्लभ ഹിമാലയ ജഡി വ ഔഷധിയാംബി ബേസ്തെ. ഇനി അവരെന്താ കൊടുക്കുന്നത്? മൃഗങ്ങളെ കൊടുക്കും, അതുപോലെ തന്നെ കീടാജടി, പിന്നെ ഔഷധ ചെടികൾ, നമ്മുടെ കൂണ് പോലെയൊക്കെയുള്ള ഔഷധ ചെടികൾ, പിന്നെ കരൺ ചരു, അതൊക്കെ ഓരോ മരുന്നിന്റെയൊക്കെ പേരാണ്. അതുപോലെയുള്ള ദുർലഭമായ ഹിമാലയ ഔഷധ സസ്യങ്ങൾ, ഇതെല്ലാമാണ് അവർ വിൽക്കുന്നത്, ബേച്ചിനെ വിൽക്കുക. അപ്പൊ ഇതൊക്കെ നാട്ടുകാർ വാങ്ങിയിട്ട് പൈസ കൊടുക്കുക. അവരിങ്ങനെ ആടുകളെയും പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് പല പല പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പിന്നെ ഔഷധ ചെടികളും അതുപോലെയുള്ള മരുന്നുകളും ഒക്കെ കൊണ്ടുവരും. അതൊക്കെ അവർ വരുന്ന വഴി തിരിച്ചു പോരുന്ന വഴി ഈ നാട്ടുകാർക്ക് വിൽക്കും. इन गांवों से इनका सदियों का रिश्ता है, इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. അപ്പൊ ഇങ്ങനെ ഈ കന്നുകാലികളെ മേയ്ക്കാൻ പോവുകയും വരികയും ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് നൂറ്റാണ്ടുകളായിട്ട് നല്ല ബന്ധമാണ്. സദിയോഗി റിസ്ത ബന്ധം, സതി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്. പരമ്പരാഗതമായിട്ട് അവരുടെ തലമുറകളായിട്ട് ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് കൊടുക്കവാങ്ങലുകളുണ്ട്. ഇസ്ലിയെ ഉസി വക്ത് പൂരി കിമത്ത് ചുക്കാന ജരൂരി നഹി ഹോത്ത. അപ്പൊ അതുകൊണ്ട് ഈ കച്ചവടം നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള മരുന്നും ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പൈസ മുഴുവനുമായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കിമത്ത് എന്ന് പറഞ്ഞ വിലയാണ്. അപ്പൊ മുഴുവൻ വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. പിന്നെ വീണ്ടും മഞ്ഞുകാലമാകുമ്പോഴത്തേക്ക് അവര് മൃഗങ്ങളൊക്കെ ആയിട്ട് താഴ്ന്ന പ്രദേശത്തേക്ക് വീണ്ടും തിരിച്ചു പോകും. ആ സമയത്താണ് ബാക്കി പൈസ അവര് ഈടാക്കുന്നത്. മജേ കി ബാത് യഹ് കി നഖദ് ഉദാർ കെ ആക്കടെ കഹി ദർജ് നഹി ഹോത്തെ. മജേ കി ബാത്, രസകരമായ കാര്യം എന്താണ്? ഈ കൊടുക്ക വാങ്ങലിന്റെ ഒന്നും അക്കങ്ങളും എമൗണ്ടുകളൊന്നും അവർ എഴുതി സൂക്ഷിക്കാറില്ല എങ്ങും. നക്കത്ത് ഉദാർ എന്ന് പറഞ്ഞാൽ കടം, വായ്പ, ഇതിന്റെ ഒന്നും ആക്കടെ എന്ന് പറഞ്ഞാൽ അക്കങ്ങൾ, എമൗണ്ട് അവര് എങ്ങും എഴുതി സൂക്ഷിക്കാറില്ല. ആപ്പസി വിശ്വാസ് കെ ദംഭർ വർഷോं से यहाँ एक लेन देन चल रहा है. ആപ്പസി വിശ്വാസ്, പരസ്പര വിശ്വാസം. പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ഇവർ തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ നിഷ്കളങ്കരായ ആൾക്കാരാണ്. അവരാരും അങ്ങനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നുമില്ല. അപ്പൊ ഇപ്രാവശ്യം കൊടുത്തിട്ട് പോവുക, ബാക്കിയുള്ള പൈസ തിരിച്ചു വരുമ്പോൾ വാങ്ങും. അപ്പൊ അങ്ങനെ വെറും ആപ്പസി
പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടുക്ക വാങ്ങലുകൾ നടക്കുന്നത്. അങ്ങനെ ഈ കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും കണക്കുകളും എമൗണ്ടുകളും ഒന്നും ആരും എങ്ങും എഴുതി സൂക്ഷിക്കാറില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല അത്രയും? ഓക്കെ, नेक्स्ट पैराग्राफ नोकियोलो। पशु चारकों के जत्ये जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सड़क कर बनी सर्पीली सड़क पर हलचल बढ़ जाती है। പശുചാരകോं के जत्ये എന്ന് പറഞ്ഞാൽ ഇടയന്മാരുടെ കൂട്ടം. ഇടയന്മാരുടെ കൂട്ടം കടന്നു പോകുമ്പോൾ ഗ്രാമത്തിന്റെ അടിസ്ഥാനമായിട്ട് ഒഴുകുന്ന നദി ഗംഗാനദിയോട് ചേർന്ന് ഉണ്ടായിരിക്കുന്ന സർപ്പിലി സടക്ക് എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്റെ ആകൃതിയിലുള്ള വഴിയിൽ ഹൽച്ചൽ ബെടിജാത്തി തിക്കും തിരക്കും വർദ്ധിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ഇടയന്മാര് കടന്നു പോകുമ്പോൾ ഗ്രാമത്തിന്റെ നടുക്കൂടി അല്ലെ ഗ്രാമത്തിന് അടിസ്ഥാനമായിട്ട് ഒഴുകുന്ന ഗംഗാനദിയോട് ചേർന്ന് കിടക്കുന്ന വളഞ്ഞു പുളഞ്ഞ വഴിയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഹൽച്ചൽ എന്ന് പറഞ്ഞ ബഹളം വർദ്ധിക്കുന്നു. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर आने वाले पैदल यात्री धामों के कपाड़ खुलने से काफी पहले आने लग जाते हैं. ഇനി എങ്ങനെയാണ് അവിടെയൊക്കെ തിക്കും തിരക്കും ഉണ്ടാകുന്നത്? ബദ്രീനാഥ് ഇതൊക്കെ നമുക്കറിയാം, ഇത് ഹിമാലയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളാണ്. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്ന പൈതൽ യാത്രി, കാൽനട യാത്രക്കാര് ധാമോങ്കെ കപാട് കുൽനെസെ കാഫി പഹലെ ആനെ ലഗ് ജാത്തെ. ധാം എന്ന് പറഞ്ഞാല് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഗേറ്റ്, കപാട് എന്ന് പറഞ്ഞാൽ വാതായനങ്ങൾ, ഗേറ്റുകൾ തുറക്കുന്നതിന് വളരെ മുമ്പേ തന്നെ വരാൻ തുടങ്ങുന്നു. ധാം എന്ന് പറഞ്ഞാല് ഈ പുണ്യ സങ്കേതങ്ങള്, അതിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കാൽനട യാത്രക്കാര് വരാൻ തുടങ്ങുന്നു. സുദൂർ ദക്ഷിൺ സെ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക്ക് ആ ജാത്തെ. വിദൂരമായ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെ തെക്ക് പ്രദേശത്ത് നിന്നും വരുന്ന മഹാത്മാക്കൾ പല പ്രാവശ്യം ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. ലേഖകൻ പറയാണ്, ഉൻകെ ഹാത്ത് മേ ഏക് താര ഹോത്ത ഹൈ. അവരുടെ കയ്യിൽ എപ്പോഴും ഒറ്റ കമ്പി വീണ ഉണ്ട്. ഏക് താര എന്ന് പറഞ്ഞാൽ ഒറ്റക്കമ്പി വീണ. ഓർ ഉസ്കെ സംഗീത പർവേ ഭജൻ ഗാത്തെ. എന്നിട്ട് ആ ഒറ്റക്കമ്പി വീണയുടെ സംഗീതത്തിൽ, നാദത്തിൽ അവര് കീർത്തനങ്ങൾ പാടും. ബദ്രീനാഥ് ഓർ കേദാർനാഥ് കെ മുഖ്യ പൂജാരി ആജ് ഭി ദക്ഷിൺ ഭാരത് സെ നിയുക്ത് ഹോത്തെ ഹൈ. ബദ്രീനാഥിലെയും കേദാർനാഥിലെയും മുഖ്യ പൂജാരി ഇപ്പോഴും തെക്കേ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന്. ഇപ്പോഴും ബദ്രീനാഥിലും കേദാർനാഥിലുള്ള മുഖ്യ പൂജാരികള് കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ നിന്നാണ് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. सूरज जब चौखंबा पर्वत के ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. സൂര്യൻ ചൗക്കമ്പ പർവ്വതത്തിന്റെ തൊട്ട് പിന്നിൽ നിന്നും ഉദിക്കാൻ തുടങ്ങുമ്പോൾ ജേട്ട് മാസം ആരംഭിക്കും. മാസത്തെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞാണ്, ജേട്ട് എന്ന് പറഞ്ഞ മാസം. അപ്പൊ സൂര്യൻ ചൗക്കമ്പ പർവ്വതത്തിന്റെ തൊട്ട് പിന്നിൽ നിന്നും ഉദിക്കാൻ തുടങ്ങുമ്പോൾ ജേട്ട് മാസം ആരംഭിക്കും. പഹാഡ് കി സടക്കേം ഗാഡിയോം സെ ഭർ ജാത്തി ഹൈ. അപ്പൊ പർവ്വതത്തിലേക്കുള്ള വഴികളെല്ലാം വാഹനങ്ങൾ കൊണ്ട് നിറയും. ഗാഡി എന്ന് പറഞ്ഞ വണ്ടികളാണ്, ഗാഡിയ വണ്ടികൾ. സടക്ക് വഴികള് അല്ലെങ്കിൽ റോഡ്. अपने घर की छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूं तो भूल जाता हूं कि महज 2 महीने पहले यह घाटी एकदम शांत थी. അപ്പൊ മേരെ घर की छत से, എന്റെ വീടിന്റെ ടെറസിൽ നിന്നും ഞാൻ ബദ്രീനാഥ് യാത്രാമാർഗി ഭീഡ് ദേഖ്താ. അപ്പൊ എന്റെ വീടിന്റെ ടെറസിൽ നിന്നും ഞാൻ ബദ്രീനാഥ് അമ്പലത്തിലേക്കുള്ള ആ വഴിയിലെ തിരക്ക് കാണുമ്പോൾ ഭൂൽ ജാത്താഹും, ഞാൻ മറന്നു പോകും. കി മഹജ് 2 മഹീനെ പോലെ, ഏകദേശം 2 മാസം മുമ്പ് ഈ താഴ്വര ശാന്തമായിരുന്നു, ആരുമില്ലാതെ, ഒരാളും അനക്കോ ഇല്ലായിരുന്ന ഒരു താഴ്വരയായിരുന്നു ഇത്. ഇപ്പോൾ ഭയങ്കര തിക്കും തിരക്കും ആയി മാറി.
അപ്പൊ ലേഖകൻ അദ്ദേഹം ആത്മകഥം ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സദിയോം സെ യഹ് ഋതുചക്ര യൂഹി ചൽത്ത ആരാഹ. നൂറ്റാണ്ടുകളായിട്ട് ഈ കാലചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയ അപ്നി ജഗ പർ മൗജൂദ് ഹൈ और सूरज मुस्तैदी से अपना യാത്ര कर रहा है अपनी യാത്ര कर रहा है. അപ്പൊ ഹിമാലയം അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം ഹിമാലയത്തിന് ഒരു മാറ്റം, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ സൂര്യൻ വളരെ ആവേശത്തോടെ തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്തൈദീസ് എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ, ഉണർവോടെ തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. पंजाचुली की 5 चोटियों की ओर से जब सूरज प्रकट होता है तब मेरे गांव में हट कपा देने वाली ठंड पड़ती है. അപ്പൊ സൂര്യൻ പഞ്ചാചുലിയിലെ 5 പർവ്വത ശിഖരങ്ങളുടെ മുകളിൽ നിന്നും കാണാൻ തുടങ്ങുമ്പോൾ എന്റെ ഗ്രാമത്തില് അസ്ഥിമരവിപ്പിക്കുന്ന തണുപ്പ് ആരംഭിക്കും. വാക്കുകളുടെ അർത്ഥം നോക്കിയല്ലോ. പഞ്ചാചുലിക്ക് 5 चोटियों की ओर से जब सूरज प्रकट होना പ്രത്യക്ഷപ്പെടുക. പഞ്ചാചുലിയിലെ 5 പർവ്വതങ്ങളുടെ ഇടയ്ക്ക് സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്റെ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ലേഖകന്റെ ഗ്രാമത്തിൽ മരം കോച്ചുന്ന തണുപ്പ് ആരംഭിക്കും. सूरज जब चौगंबा के शिखर से उगता है तब जेठ की गर्मी चरम पर होती है. സൂര്യൻ ചൗഗംബ പർവ്വതത്തിൽ നിന്നും ഉദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ലേഖകന്റെ ഗ്രാമത്തിൽ ചൂടുകാലം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരും. इन दोनों पर्वतों के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बहराने का प्रतीक है. അപ്പൊ ഈ 2 പർവ്വതത്തിന്റെയും ഇടയ്ക്കുള്ള പഞ്ചാചുലിയുടെയും ചൗഗംബയുടെയും ഇടയ്ക്കുള്ള നന്ദാ പർവ്വത പ്രദേശത്ത് സൂര്യൻ വരുമ്പോഴത്തേക്ക് എന്റെ ഗ്രാമത്തിൽ വസന്തകാലം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരും. ഓക്കെ, വസന്തകാലമാണ് ഏറ്റവും നല്ലത്. ലേഖകൻ അതാണ് ഇഷ്ടം, അതാണ് പറയുന്നത്. लास्ट पैराग्राफ നോക്കിയോളൂ. दादी कहती थी जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. മുത്തശ്ശി പറയുമായിരുന്നു, ഹിമാലയം ഉള്ളിടത്തോളം കാലം കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതിന്റെ ഉല്ലാസം എപ്പോഴും ഉണ്ടായിരിക്കും. ബദൽന ചേഞ്ച്, മാറുക, ചേഞ്ച് ചെയ്യുക. അപ്പൊ ഹിമാലയ പർവ്വതം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ ഈ മഞ്ഞും വെയിലും മഴയൊക്കെ മാറി മാറി വരുന്നത്. അങ്ങനെ കാലാവസ്ഥ മാറി മാറി വരുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പാഠം. അപ്പൊ ഇത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിവ് തരുന്ന ഒരു പാഠമാണ്. നമുക്കൊരു ഏകദേശ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം. അപ്പൊ ഇത് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയി. അതിന്റെ കാരണം നമുക്കിത് 2 ആക്കാൻ മാത്രം ഇല്ല, അതുകൊണ്ടാണ് ഒന്നിച്ചിട്ടത്. ഞാനിതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളത് നോട്ട്സ് എഴുതിയെടുക്കണം, പഠിക്കണം. അപ്പൊ ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഓക്കെ.